കേന്ദ്ര ലേബർ കോഡ് ചട്ടമുണ്ടാക്കാൻ കേരളം നേരത്തെ നീക്കം തുടങ്ങിയതിന്റെ രേഖകൾ പുറത്ത്. LDFലോ തൊഴിലാളി സംഘടനകളുമായോ ചർച്ച ചെയ്യാതെയാണ് തൊഴിൽ വകുപ്പിന്റെ നീക്കം. ഉദ്യോഗസ്ഥ തലത്തിൽ തയ്യാറാക്കിയ കരട് രേഖയാണ് പുറത്തുവന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. മന്ത്രിമാർ അറിയാതെ കരട് ഇറങ്ങുമോ എന്ന ചോദ്യവുമായി ശിവൻകുട്ടിക്കെതിരെ AITUC രംഗത്തെത്തി. 2021 ഡിസംബർ 14 സംസ്ഥാനം പുറപ്പെടുവിച്ച ലേബർ കോഡിന്റെ കരട് വിജ്ഞാപനത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നത്. തൊഴിലാളി സംഘടനകളുമായോ ഇടതുമുന്നണിയിലോ ചർച്ച ചെയ്യാതെയാണ് കരട് വിജ്ഞാപനം പുറത്തിറക്കിയത്. ദേശീയ തലത്തിൽ ഇടതുപക്ഷവും ഭൂരിഭാഗം തൊഴിലാളി സംഘടനകളും എതിർക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ്. അതിനിടെയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ തന്നെ ലേബർ കോഡ് നടപ്പിലാക്കുന്നതിന്റെ പ്രാഥമിക നടപടികൾ തുടങ്ങിയത്. തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചകളിലൊന്നും കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കാര്യം തൊഴിൽ മന്ത്രി വിശദീകരിച്ചിരുന്നില്ല. ചട്ടം രൂപീകരിച്ചതിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നാണ് CITUവിന്റെ ആവശ്യം. അപ്പോൾ എല്ലാ സ്റ്റേറ്റിനോടും ആവശ്യപ്പെട്ടു റൂൾസ് ഉണ്ടാക്കാൻ. അപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ റൂൾസ് ഫ്രെയിം ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. 2 കൊല്ലം മുമ്പ് ട്രേഡ് യൂണിയനുകളെ ചർച്ച ചെയ്തു, ലേബർ മിനിസ്റ്റർ വിളിച്ച്. ഇപ്പോൾ ഇത് ആലോചിക്കേണ്ടതില്ല എന്ന നിലപാട് എല്ലാവരും. ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം രൂപീകരിച്ചതാണ് കരട് ചട്ടമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വിശദീകരണം. മന്ത്രിമാരെ വിളിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ യോഗമല്ലായിരുന്നു, അതൊരു തനി ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം യോഗമായിരുന്നു. കേന്ദ്ര ലേബർ സെക്രട്ടറി ആണ് സംസ്ഥാന ലേബർ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം കൊടുത്ത് ആ യോഗം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർ റൂൾസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു, റൂൾസ് ഉണ്ടാക്കിയിരുന്നു. മന്ത്രിമാരറിയാതെ ചട്ടം രൂപീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് AITUCയുടെ ആവശ്യം. ഗവൺമെന്റ് തലത്തിൽ മന്ത്രി അറിയാതെ, മന്ത്രിമാർ ബന്ധപ്പെടാതെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതുപോലെ ചർച്ച നടത്തി പിൻവാതിലൂടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ PM ശ്രീയിൽ ഒപ്പിട്ടതിന് സമാനമായ രീതിയിലാണ് ലേബർ കോഡിന്റെ കരട് തൊഴിൽ വകുപ്പ് തയ്യാറാക്കിയത്. കടുത്ത തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ അടങ്ങുന്ന കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തുയരുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.